നാട്ടുവർത്തമാനം വിശദമായി. വിവാഹത്തിൽ നിന്ന് വരൻ പിന്മാറിയതിനെ തുടർന്ന് കൊട്ടിയത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമായതോടെ പ്രതി ഹാരിസിന്റെ കുടുംബം ഒളിവിൽ. അതേസമയം വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് ആരെന്ന് അറിയില്ലെന്നാണ് ജമാഅത്ത് കമ്മിറ്റിയുടെ നിലപാട്. പോലീസ് അന്വേഷണം വ്യാപിച്ചതോടെ പ്രതി ഹാരിസിന്റെ കൊല്ലത്തെ കുടുംബവീട് അടഞ്ഞുകിടക്കുകയാണ്. ഹാരിസിന്റെ സഹോദര ഭാര്യയും സീരിയൽ നടിയുമായ ലക്ഷ്മി പ്രമോദ് കൊച്ചിയിലേക്ക് പോയതായാണ് സൂചന. യുവതിയെ ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയത് സീരിയൽ നടിയായിരുന്നു. റംസിയുടെ മാതാപിതാക്കൾ വിവാഹിതരായ സർട്ടിഫിക്കറ്റ് തിരുത്തിയാണ് യുവതിയെ ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയത്. റംസിയുടെ വീട്ടിൽ നിന്ന് പ്രതി ഹാരിസ് നിർബന്ധപൂർവ്വം സർട്ടിഫിക്കറ്റ് എടുപ്പിച്ചുവെന്നാണ് ആക്ഷേപം. എന്നാൽ സർട്ടിഫിക്കറ്റ് തിരുത്തിയത് പ്രതിയാണോ പെൺകുട്ടിയുടെ വീട്ടുകാരാണോ എന്ന് അറിയില്ലെന്ന് ജമാഅത്ത് ഭാരവാഹികൾ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കക്ഷികളല്ല. ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം വന്നപ്പോഴാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. സർട്ടിഫിക്കറ്റ് കൊടുത്തത് വാപ്പായ്ക്കും ഉമ്മാടെയും കല്യാണത്തിനാണ്. അപ്പോൾ ആ വാപ്പാടെ സ്ഥാനത്ത് ഇപ്പോഴത്തെ പുതിയ ഉമ്മയുടെ സ്ഥാനത്ത് പുതിയ പെണ്ണും എന്നേ ഞങ്ങൾക്ക് അനുമാനിക്കാനൊക്കെ. കേസിൽ സീരിയൽ നടിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊല്ലം. എറണാകുളം മഞ്ഞുമലിൽ 14-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ കൂടി പിടിയിലായി. ഉത്തർപ്രദേശ് സ്വദേശി ഹാറൂൺ ഖാനാണ് അറസ്റ്റിലായത്. ഹിമാചൽ പ്രദേശിലെ സോളൻ എന്ന സ്ഥലത്തു നിന്നാണ് ഹാറൂൺ ഖാനെ അറസ്റ്റ് ചെയ്തത്. ടവർ ലൊക്കേഷൻ പിന്തുടർന്നാണ് ഏലൂർ പോലീസ് സോളനിൽ എത്തിയത്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്നാലെയെത്തി പിടികൂടുകയായിരുന്നു. ഇനി 2 അതിഥി തൊഴിലാളികൾ കൂടി അറസ്റ്റിലാകാനുണ്ട്. ഇതോടെ കേസിൽ പിടിയിലായ അതിഥി തൊഴിലാളികളുടെ എണ്ണം 4 ആയി. പാറശാല ഉദിയൻകുളങ്ങരയിൽ CPM പ്രവർത്തകയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉദിയൻകുളങ്ങര സ്വദേശിനി ആശയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CPM ചെങ്കൽ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി വാങ്ങിയ കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പാറശാല പോലീസ് സ്ഥലത്തെത്തി. തിരുവനന്തപുരം തൊളിക്കോട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ അമിത വേഗതയിൽ എത്തിയ കാർ എതിർവശത്ത് നിന്ന് വന്ന സ്കൂട്ടറിനെ ഇടിച്ച് തെറിപ്പിക്കുന്ന CCTV ദൃശ്യം ന്യൂസ് 18. വിതുര ഭാഗത്തു നിന്ന് വന്ന കാറാണ് ആനപ്പാറ സ്വദേശികളായ അമ്മയും മകളും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ അമ്മയും മകളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതേസമയം കാറിലുണ്ടായിരുന്ന ഡ്രൈവർ മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. മലവെള്ളപ്പാച്ചിലിൽ പട്ടാമ്പി വല്ലപ്പുഴയിൽ കൃഷിനാശം. 20 ഏക്കറിലാണ് വ്യാപക കൃഷിനാശം സംഭവിച്ചത്. മൺകൂന അടിഞ്ഞതിനാൽ ഇനി കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കി ഇറക്കിയ നെൽകൃഷിയാണ് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത്. യുവാക്കൾ ചേർന്ന് ഇറക്കിയതായിരുന്നു കൃഷി. 20 ഏക്കറിലെ കൃഷി നശിച്ചതോടെ വലിയ നഷ്ടമാണ് നേരിടുന്നത്. വെള്ളം കെട്ടി നിർത്താൻ സഹായിക്കുന്ന വരമ്പുകളെല്ലാം ശക്തമായ ഒഴുക്കിൽ ഒലിച്ചുപോയതോടെ ഞാറുകൾക്ക് മുകളിൽ വലിയ തോതിൽ മൺകൂന അടിഞ്ഞുകൂടി. എല്ലാം കണ്ടങ്ങളുടെ നടുവിൽ കൂടിയും 2-3 സ്ഥലത്ത് പൊട്ടി. എല്ലാം കൃഷി നഷ്ടമായി. മണ്ണ് കയറി കൃഷി പോയ നട്ട സ്ഥലങ്ങളിലൊന്നും ഇനി ഒരു നുരി കൂടി വെക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും വാഷ് ഔട്ടായ സ്ഥിതിയിൽ ഒക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു. വല്ലപ്പുഴയിലെ പൊൻകുന്നം മലയ്ക്ക് താഴെയുള്ള പ്രദേശമായതിനാൽ ശക്തമായ മഴ പെയ്താൽ മലയിൽ നിന്നും ഒലിച്ചു വരുന്ന വെള്ളം മുഴുവനായും പാടങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ മഴയിലും പ്രദേശത്ത് കൃഷിനാശം സംഭവിച്ചിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. കോവിഡ് കാലം ഇറച്ചിക്കോഴി കർഷകർക്ക് നൽകുന്നത് പുതിയ നേട്ടം. തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇറച്ചിക്കോഴി എത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ കർഷകർ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കോഴി കയറ്റി അയക്കുകയാണ്. കോവിഡ് പ്രതിസന്ധി മൂലം തമിഴ്നാട്ടിലെ ഇറച്ചിക്കോഴി ഉൽപാദനത്തിലുണ്ടായ ഇടിവാണ് കാരണം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇറച്ചിക്കോഴി പ്രധാനമായും എത്തിയിരുന്നത് തമിഴ്നാട്ടിലെ പല്ലട, നാമക്കല്ല്, കൃഷ്ണഗിരി മേഖലകളിൽ നിന്നാണ്. കോവിഡ് പ്രതിസന്ധിയിൽ കർഷകർ കോഴി വളർത്തൽ അവസാനിപ്പിച്ച് ഫാമുകൾ അടച്ചിട്ടു. ഇതോടെ തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ കോഴി അന്വേഷിച്ച് വിതരണക്കാർ കേരളത്തിലെ കർഷകരെ സമീപിച്ചു. തൊടുപുഴയിലെ ഒരു ഫാമിൽ നിന്ന് മാത്രം ഈ ദിവസം 50,000-ലേറെ കിലോ കോഴിയാണ് തമിഴ്നാട്ടിലേക്ക് കയറ്റി അയച്ചത്. മലപ്പുറം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 200 ലോഡ് കോഴിയെങ്കിലും ഇതര സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലമായിട്ട് കേരളത്തിലെ കൃഷിക്കാർ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പാക്കിയ പദ്ധതികൾ ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. ഇത് കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക്, അതായത് ഈ ബ്രോയിലറിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കോവിഡ് കാലം വന്നതോടെ അവിടെയൊക്കെ ഉൽപ്പാദനം കുറയുകയും ഇവിടെ
നല്ല ഹൈടെക് ഫാമുകളും ദീർഘവീക്ഷണത്തോടു കൂടി ഒരു ചലഞ്ചായിട്ട് എടുത്ത് ഇവിടുത്തെ കൃഷിക്കാർ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇത് നടത്താൻ പറ്റി. കിലോയ്ക്ക് 105 രൂപ വരെ മൊത്ത വിൽപ്പനയ്ക്ക് ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഇറച്ചിക്കോഴികളെ കയറ്റി അയച്ചു. ആന്ധ്രയിൽ കോഴിവില 180 രൂപയ്ക്ക് മുകളിലാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറച്ചിക്കോഴി ആവശ്യക്കാരുള്ളത് ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലാണ്. ന്യൂസ് 18 തൊടുപുഴ. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന് ശുചിത്വ പദവി. മാലിന്യ സംസ്കരണ രംഗത്ത് ശുചിത്വ മിഷൻ, കുടുംബശ്രീ എന്നിവയുമായി ചേർന്ന് നടത്തിയ പ്രവർത്തനത്തിനാണ് അംഗീകാരം. സമ്പൂർണ്ണ ശുചിത്വ പദവി ലഭിക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുൻപോട്ടു പോകുകയാണ് പഞ്ചായത്ത്. പഞ്ചായത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാനായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഫലം കണ്ടു. എല്ലാ വീടുകളിലും ചണച്ചാക്ക് കൊണ്ട് നിർമ്മിച്ച ക്യാരി ബാഗുകൾ എത്തിച്ചു നൽകി. ടൗണിലും പഞ്ചായത്തിന്റെ മറ്റ് മേഖലകളിലുമായി ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. ഇത്തരത്തിൽ നിരവധി പ്രവർത്തനമാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. ടൗണിലെ മാലിന്യ കൂമ്പാരം മാറ്റുന്നതിനുള്ള നടപടികൾ, വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനുള്ള നടപടികൾ, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശക്തമാക്കിക്കൊണ്ട് പിന്നെ വീടുകളിലേക്ക് പ്ലാസ്റ്റിക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ചണത്തിൻ്റെ സഞ്ചി എല്ലാ വീടുകളിലും 3600 കുടുംബങ്ങളിലും നമ്മൾ എത്തിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ജില്ലാതല പരിശോധനാ സംഘം പഞ്ചായത്തിൽ സന്ദർശനം നടത്തി പദ്ധതികൾ വിലയിരുത്തി. തുടർന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുമോൻ ശുചിത്വ പദവി പ്രഖ്യാപനം നടത്തി. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം ചെമ്മാടിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ഡിവൈഡർ സ്ഥാപിച്ച ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി. വൺ വേ പരിഷ്കാരത്തിന് പിന്നാലെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ടൗണിൽ 3 പ്രധാന ഇടങ്ങളിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതേസമയം ഡിവൈഡറുകൾ കൂടുതൽ ഗതാഗത കുരുക്ക് ഉണ്ടാക്കുമെന്ന പരാതിയുമായി ഓട്ടോ തൊഴിലാളികൾ രംഗത്തെത്തി. വൺ വേ പരിഷ്കാരത്തിന് പിന്നാലെയാണ് ചെമ്മാട് ടൗണിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. ബ്ലോക്ക് റോഡ് ജംഗ്ഷൻ, ആശുപത്രി ജംഗ്ഷൻ, പരപ്പനങ്ങാടി റോഡ് എന്നിവിടങ്ങളിലാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. തിരക്കേറിയ ടൗണിലെ 3 ഭാഗങ്ങളിലാണ് ഇവ സ്ഥാപിച്ചത്. അതേസമയം പുതിയ പരിഷ്കാരം കൂടുതൽ ഗതാഗത കുരുക്കുണ്ടാക്കുന്നുവെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെ പരാതി. റോഡ് വീതിയില്ലാത്തതുകൊണ്ട് ഈ ഡിവൈഡർ ഇവിടെ ബ്ലോക്ക് കൂടുതലുണ്ടാവുള്ളൂ. പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ വിജയം കണ്ടാൽ നിലനിർത്തുമെന്നും തിരൂരങ്ങാടി CA വിനോദ് പറഞ്ഞു. ന്യൂസ് 18 തിരൂരങ്ങാടി. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ നവീകരിച്ച മത്തായി ചാക്കോ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. നേരത്തെ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ഗ്രൗണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. നവീകരിച്ച സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടുകൾ നിർമ്മിച്ചു. പഞ്ചായത്തിലെ ചെറുപ്പക്കാർക്ക് കളിച്ചു വളരാനുള്ള ഒരു സൗകര്യം, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എല്ലാ വാർഡിലും കളിക്കളം ഉണ്ടാക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് കണക്കാക്കിയിരുന്നത്. കളിക്കളമില്ലാത്ത വാർഡുകളിൽ കളിക്കളം ഉണ്ടാക്കുകയും ഉള്ള കളിക്കളങ്ങൾ നവീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി. ഗ്രൗണ്ടിന് ചുറ്റും നെറ്റ് കെട്ടിത്തിരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് നവീകരണം. സ്റ്റേഡിയം നവീകരിച്ചത് കായിക പ്രേമികൾക്കും പരിശീലകർക്കും ഏറെ ആശ്വാസമായി. ന്യൂസ് 18 കാരശ്ശേരി. കോടഞ്ചേരി ചെമ്പുകടവ് പാലം പുതുക്കി പണിയുന്നതിനുള്ള നടപടികൾ എങ്ങുമെത്തിയില്ല. പാലത്തിൽ വെള്ളം കയറി പ്രദേശം ഒറ്റപ്പെടുന്നത് പതിവാണെങ്കിലും പരിഹാരം കണ്ടെത്തുന്നില്ല എന്നാണ് ആക്ഷേപം. തുഷാരഗിരി വിനോദസഞ്ചാര മേഖലയ്ക്ക് താഴ്ഭാഗത്തായാണ് ചെമ്പുകടവ് പാലം. വനപ്രദേശത്ത് ശക്തമായ മഴ പെയ്താൽ പാലം വെള്ളത്തിൽ മുങ്ങി പ്രദേശം ഒറ്റപ്പെടും. 2 ആദിവാസി കോളനികൾ ഇവിടെയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനാകില്ല. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രധാന റോഡായതിനാൽ സഞ്ചാരികളും വഴിയിൽ കുടുങ്ങും. പാലം പുനർനിർമ്മിക്കാൻ തുക അനുവദിച്ചെന്ന് പറയുന്നതല്ലാതെ നടപടിയില്ല. 5 കൊല്ലമായിട്ട് ഈ സർക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പാലത്തിന് ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ ഈ പാലത്തിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. പാലം പണി നടന്നിട്ടില്ല. കാരണം പറയുന്നത് ഇവിടെ ഈ അങ്ങാടിക്ക് തൊട്ട് മുകളിലാണ് ഈ പാലത്തിൻ്റെ ഇതാക്കിയിരിക്കുന്നത്. ആ സ്ഥലം ഫ്രീ ആയിട്ട് നാട്ടുകാർ അപ്രോച്ച് റോഡിന് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. അപ്രോച്ച് റോഡിന് ഫണ്ടില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇതിനായി സമർപ്പിച്ച എസ്റ്റിമേറ്റ് ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ്. ഇക്കരയുള്ള സഞ്ചാരം തന്നെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. റേഷൻ കട, പോസ്റ്റ് ഓഫീസ്, അങ്ങനെ പ്രാദേശികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും 3-ാം വാർഡുകാർക്ക് ഇക്കരെ ആശ്രയിക്കേണ്ടതുണ്ട്. പൊതുവെ സ്കൂളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട്
ബന്ധപ്പെടാനുള്ള ഒരു പ്രധാന മാർഗമാണ് കോടഞ്ചേരി ചെമ്പുടു പാലം. ചെമ്പുകടവിൽ നിന്ന് കോടഞ്ചേരിയിലെത്താനുള്ള മറ്റൊരു വഴിയായിരുന്ന പറപ്പറ്റ പാലം കഴിഞ്ഞ മാസത്തെ മലവെള്ളപ്പാച്ചിലിൽ തകർന്നതിനാൽ ഇവിടുത്തുകാർക്ക് പുറം ലോകത്തെത്താൻ മറ്റു മാർഗങ്ങളില്ല. കർഷകരും ഇതോടെ ബുദ്ധിമുട്ടിലാണ്. ന്യൂസ് 18 താമരശ്ശേരി. കാർഷിക കേരളം. കോതമംഗലം കുത്തുകുഴി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കൊയ്ത്തുത്സവം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം ബ്ലോക്ക് പരിധിയിൽ 25ഓളം ഏക്കർ സ്ഥലത്താണ് കരനെൽ കൃഷി. തരിശ് സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ കൃഷിയിറക്കാൻ കർഷകന് എല്ലാവിധ സഹായവും ബാങ്ക് നൽകും. തരിശായി കിടന്ന പാടങ്ങളെ ഉഴുത് റെഡിയാക്കി അത് പാടമാക്കിയെടുത്ത് അത് നെൽവിത്ത് വിതയ്ക്കുന്ന പരുവത്തിലാക്കി എടുക്കുന്നതിനുള്ള എല്ലാ ചെലവുകളും ബാങ്ക് നേരിട്ട് വഹിക്കുകയും അതിലേക്ക് ആവശ്യമായ കൃഷിക്ക് ആവശ്യമായ വിത്ത്, വളം, കീടനാശിനി തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഫ്രീ ആയി ഏർപ്പാടാക്കി കൊടുത്തുകൊണ്ടാണ് ഈ കൃഷി ഇത്തവണ 25 ഏക്കറിൽ കർഷകർ ചെയ്തിട്ടുള്ളത്. കർഷകർക്ക് പലിശരഹിത വായ്പ അനുവദിക്കും. വിത്ത്, വളം, കീടനാശിനി തുടങ്ങിയവ സൗജന്യമായി നൽകും. ഏകദേശം 25 ഏക്കർ സ്ഥലത്ത് നമ്മുടെ പഞ്ചായത്തിലുടനീളം എല്ലാ പഞ്ചായത്തുകളിലുമായിട്ട് അപ്ലാന്റ് കരകൃഷി ചെയ്തിട്ടുണ്ട്. കൃഷിക്കാർ അതിൽ ഏകദേശം നല്ലൊരു ആവേശത്തിലാണ് ഇത്തവണ കൃഷി ചെയ്യുന്നതിനകത്ത്. സാമ്പത്തിക ആനുകൂല്യത്തെക്കാളപ്പുറം നെൽകൃഷി നിലനിർത്താനും തരിശു പ്രദേശങ്ങളെ തിരിച്ചെടുക്കാനും ഉള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണാം. വലിയപാറയിലെ തിരുതാളിൽ ജോയിയുടെ 2.5 ഏക്കർ സ്ഥലത്തെ കരനെൽ കൃഷിയുടെ വിളവെടുപ്പാണ് ആദ്യഘട്ടം നടന്നത്. ജ്യോതി വിത്ത് ഉപയോഗിച്ച് നടത്തിയ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചു. ന്യൂസ് 18 കോതമംഗലം. കോവിഡ് പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെട്ടപ്പോൾ മുട്ടുകാട് പാടശേഖരത്തിൽ പ്രതീക്ഷയുടെ വിത്തിറക്കി മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയായ ആദർശും കൂട്ടുകാരും. 2 ഏക്കറോളം വരുന്ന പാടം പാട്ടത്തിനെടുത്താണ് നെൽകൃഷി. കോവിഡ് പ്രതിസന്ധിക്കിടയിൽ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരിൽ ഒരാളാണ് ഇടുക്കി ബൈസൺ വാലി സ്വദേശി ആദർശ് രാജൻ. മെക്കാനിക്കൽ എഞ്ചിനീയറായ ആദർശിന് ബാംഗ്ലൂർ എയർപോർട്ടിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. പ്രതിസന്ധി മറികടക്കാൻ എന്തു ചെയ്യുമെന്ന ആലോചനയിൽ MBA അവസാന വർഷ വിദ്യാർത്ഥി അനന്തവും മൂന്നാറിലെ പ്രമുഖ റിസോർട്ടിലെ ഷെഫായിരുന്ന ബിബിൻ പൗലോസും ആദർശിനൊപ്പം ചേർന്നു. ഞങ്ങൾ കൊറോണ സമയത്ത് വെറുതെ ഇരുന്ന സമയത്ത് ഞങ്ങൾ 4 പേര് കൂടി ചെയ്തതാണ് ഈ കൃഷി. ഞാൻ, ജെനുവിൻ, അനന്തു, ആദർശ്. അനന്തുവാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്, നെൽകൃഷി ചെയ്യാമെന്ന് തന്നെ. ഞങ്ങളിപ്പോൾ നെൽകൃഷി ചെയ്യേണ്ടത്, ഈ കാലഘട്ടത്തിൽ നെൽകൃഷി ചെയ്യേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനായിട്ട് ഇറങ്ങിയത്. മുട്ടുകാട് പാടശേഖരത്തിൽ തരിശു കിടന്നിരുന്ന 1 ഏക്കർ 20 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്തു. സമീപത്തെ പാടങ്ങളിൽ കൃഷി ചെയ്യുന്ന മുതിർന്നവരോട് ചോദിച്ച് ഓരോ ഘട്ടത്തിലും സംശയ നിവർത്തി വരുത്തും. പ്രദേശത്തെ കർഷകരുടെ പിന്തുണയാണ് ഇവർക്ക് ആത്മവിശ്വാസമേകുന്നത്. കൃഷിയിൽ കുറച്ചു നാളത്തെ പരിചയമുള്ളൂവെങ്കിലും വലിയ പ്രതീക്ഷയിലാണിവർ. ന്യൂസ് 18 മുട്ടുകാട്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരും. വടക്കൻ ജില്ലകളിലാകും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ മറ്റ് 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. 5 ദിവസം മഴ ശക്തമായി തുടരും. കൊച്ചി നഗരമധ്യത്തിലെ മംഗളവനം പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുന്നതിനുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നിർദ്ദിഷ്ട വിജ്ഞാപനത്തിലൂടെ വനം നിലനിൽക്കുന്ന പ്രദേശം സംരക്ഷിക്കപ്പെടുമെങ്കിലും ആവാസ വ്യവസ്ഥയ്ക്ക് കാര്യമായ നേട്ടം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിലൂടെ ഉണ്ടാകില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കരട് വിജ്ഞാപനമനുസരിച്ച് മംഗളവനം പക്ഷി സങ്കേതത്തിന് ചുറ്റുമുള്ള 0.53 ഹെക്ടർ സ്ഥലമാവും പരിസ്ഥിതിലോല മേഖലയുടെ പരിധിയിൽ വരിക. മംഗളവനത്തിന്റെ വടക്കുഭാഗത്ത് 1 കിലോമീറ്റർ ദൂരത്തും തെക്കുകിഴക്ക് ഭാഗത്ത് 219 മീറ്ററിലുമാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. ഹൈക്കോടതിയുടെയും CMFFRAയുടെയും കെട്ടിടങ്ങൾ നിലനിൽക്കുന്നതിനാൽ തെക്കു പടിഞ്ഞാറ് ഭാഗം പരിസ്ഥിതിലോല മേഖലയിൽ ഉൾപ്പെടില്ല. വിജ്ഞാപനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണമുണ്ടാവും. വനഭൂമിയിലെയും സ്വകാര്യ ഭൂമിയിലെയും മരങ്ങൾ വെട്ടിനീക്കുന്നതിന് അനുമതി വാങ്ങണം. കരട് വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾ മംഗളവനം അതേപടിയിൽ സംരക്ഷിക്കുന്നതിന് സഹായകരമാണെങ്കിലും ഈ മേഖലയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ പര്യാപ്തമല്ലെന്നാണ് വിമർശനം. മംഗളവനം എന്ന പേരിൽ നമ്മളിപ്പോൾ കാണുന്ന ആ പ്രദേശം തീർച്ചയായിട്ടും വനമായി സംരക്ഷിക്കപ്പെടും. അത് നേരത്തെ തന്നെ വന്യജീവി സങ്കേതമായതുകൊണ്ട് അതിനകത്ത് നിയന്ത്രണങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്.
മംഗളവനത്തിന് പുറത്തുള്ള ആക്ടിവിറ്റീസ് മംഗളവനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അവിടെയാണ് നമുക്കൊരു സുരക്ഷാ കവചം ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് വരേണ്ടത്. ഹൈക്കോടതിയോട് ചേർന്ന് 274 ഏക്കർ വിസ്തൃതിയിലായി പരന്നുകിടക്കുന്ന മംഗളവനം കണ്ടൽ കാടുകളാൽ സമൃദ്ധമായ തണ്ണീർത്തടമാണ്. നൂറുകണക്കിന് ദേശാടന പക്ഷികൾ ഇവിടെ ചേക്കേറാൻ എത്തിയിരുന്നെങ്കിലും വവ്വാലുകളും വിരലിലെണ്ണാവുന്ന പക്ഷികളുമാണ് ഇപ്പോഴുള്ളത്. പുതിയ നിയന്ത്രണങ്ങളിലൂടെ കൂടുതൽ പക്ഷികളെ ഇവിടേക്ക് ആകർഷിക്കപ്പെടാനാവുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനത്തിൽ ഇനിയൊരു ഇടവേള. ബേക്കറി രംഗത്തും വിജയം നേടി കുടുംബശ്രീ പ്രവർത്തകർ. ഇടുക്കി ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിന്റെയും CDSന്റെയും കൂട്ടായ്മയിലാണ് ഫേമസ് ബേക്കറിയുടെ പ്രവർത്തനം. 10 വനിതകളുടെ നേതൃത്വത്തിൽ ചെറിയ രീതിയിൽ ആരംഭിച്ചതാണ് ഈ ബേക്കറി യൂണിറ്റ്. ഇന്ന് 40ഓളം വനിതകളുടെ കൂട്ടായ്മയാണ് ബേക്കറിയെ നയിക്കുന്നത്. മികച്ച ഉൽപ്പന്നങ്ങളായതിനാൽ ആവശ്യക്കാരേറെയാണ്. ആവശ്യക്കാർക്കെല്ലാം ലഭ്യമാകും വിധം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള തിരക്കിലാണിവർ. കായവറുത്തതും മിക്സറും ബണ്ണും കേക്കും ബ്രെഡും ലഡുവും അടക്കം വിപുലമായ വിഭവങ്ങളുണ്ട്. പ്രവർത്തനം വിപുലീകരിച്ചതോടെ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാൻ തുടങ്ങി. ഗ്രാമപഞ്ചായത്തിന്റെയും CDSന്റെയും കൂട്ടായ പ്രവർത്തനമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് ഇവർ പറയുന്നു. യാതൊരുവിധ മായവും കലരാതെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ്, ഏറ്റവും ഗുണമേന്മയുള്ള ഫുഡ് ഇതിൻ്റെ ഗുണഭോക്താക്കളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇതിൻ്റെ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല ഇവിടെ നടക്കുന്നത്. അധ്വാനിക്കാനുള്ള മനസ്സും കൂട്ടായ പ്രവർത്തനവും ഉണ്ടെങ്കിൽ വിജയം ഒപ്പമുണ്ടാകുമെന്ന് തെളിയിക്കുകയാണ് ഈ വനിതകൾ. ന്യൂസ് 18 ബൈസൺ വാലി. ഷുഗർ ഫ്രീ ഐസ്ക്രീമുമായി മിൽമ. സാധാരണ ഐസ്ക്രീമിലുള്ള പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി കലോറി കുറഞ്ഞ പഞ്ചസാര ഉപയോഗിച്ചാണ് ഐസ്ക്രീം നിർമ്മിക്കുന്നത്. 35 രൂപയാണ് വില. പ്രമേഹമുള്ളവർക്കും മറ്റും ഉപയോഗിക്കാവുന്നതാണ് ഇതെന്ന് മിൽമ ചെയർമാൻ ജോൺ തെരുവത്ത് പറഞ്ഞു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മിൽമയുടെ പുതിയ ഉൽപ്പന്നമായ ക്യാരറ്റ് പേടയും പുറത്തിറക്കി. എറണാകുളം ഇടപ്പള്ളിയിലെ പ്രോഡക്റ്റ് ഡയറി മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഹൈബി ഇഡൻ MP നിർവഹിച്ചു. കൊച്ചിയിലെ വ്യത്യസ്തനായ ഒരു ബാർബറെ പരിചയപ്പെടാം ഇനി. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ സൗജന്യമായി മുടിവെട്ടി നൽകും. കോവിഡ് കാലമായതിനാലാണ് ഈ പ്രത്യേക ഓഫർ. കോവിഡ് കാലത്ത് നന്മയുടെ ഒരുപാട് മുഖങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. അതിജീവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ കൊച്ചിയിലെ ഈ വ്യത്യസ്തനായ ബാർബറെ തിരിച്ചറിയാതെ പോകരുത്. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഇത് എറണാകുളം കത്രിക്കടവുള്ള കിങ് സ്റ്റൈൽ സലൂൺ. കത്രിക്കടവ് സ്വദേശി ഗോപിയാണ് കടയുടമ. 14 വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ സലൂണിലെത്തിയാൽ സൗജന്യമായി മുടിവെട്ടി മടങ്ങാം. കോവിഡ് കാലത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് തന്നാലാകുന്ന സഹായം ചെയ്യുകയാണ് ഗോപിയുടെ ലക്ഷ്യം. ഈ മഹാമാരി പടർന്നു പിടിച്ചത് കാരണം സമൂഹത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ വളരെ, ഞാനുൾപ്പെടെ വളരെ ദാരിദ്ര്യവും കഷ്ടത അനുഭവിക്കുന്നു. തൊഴിൽ മേഖല ഒക്കെ സ്തംഭിച്ച് കിടക്കുന്നു, വ്യാപാര മേഖലകൾ സ്തംഭിച്ച് കിടക്കുന്നു. അതുകൊണ്ട് ഇതിന് ഒരു സഹായം എന്നുള്ള, ജനങ്ങൾക്കൊരു സഹായം എന്നതിനുള്ള ഒരു എളിയ എൻ്റെ ഒരു സഹായം ഇത്ര മാത്രമേ ഉള്ളൂ. മഹാമാരി തീരുന്നത് വരെ ഇത് തുടർന്നുണ്ട്. എറണാകുളത്ത് 3 ബാർബർ ഷോപ്പുകളുണ്ട് ഗോപിക്ക്. ഈ സലൂണുകളിലും ഈ ഓഫർ ലഭ്യമാണ്. എല്ലാ പിന്തുണയുമായി സലൂണിലെ ജീവനക്കാരും ഒപ്പമുണ്ട്. നല്ലൊരു കാര്യമാണ്. ഈ പ്രതിസന്ധിയിൽ ഇദ്ദേഹം ഇങ്ങനെ മനസ്സ് തുറന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്റ്റാഫുകളായ ഞങ്ങൾ വളരെയധികം സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. 5 വർഷമായി ഗോപി ഈ മേഖലയിലെത്തിയിട്ട്. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഇങ്ങനെയുള്ള മനുഷ്യർ നമുക്കൊപ്പമുള്ളപ്പോൾ എങ്ങനെയാണ് നാം തോറ്റുപോവുക? ഈ പ്രതിസന്ധിയെയും നാം അതിജീവിക്കുക തന്നെ ചെയ്യും. കൊച്ചിയിൽ നിന്ന് വിനീത VG, ന്യൂസ് 18. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നടത്തി വരാറുള്ള സമൂഹ വിവാഹത്തിന് തുടക്കമായി. 12 വിവാഹമാണ് ക്ഷേത്രത്തിൽ ഇത്തവണ സൗജന്യമായി നടത്തുന്നത്. ആദ്യ 2 വിവാഹങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നു. വധൂവരന്മാരുടെ വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും ക്ഷേത്ര ട്രസ്റ്റാണ് സമ്മാനമായി നൽകുന്നത്. കോവിഡ് കാലത്ത് യാത്രകൾ അന്യമാകുകയാണ്. വിനോദസഞ്ചാര മേഖലകളിലെ നയന മനോഹരങ്ങളായ കാഴ്ചകൾ ഇന്ന് സ്വപ്നങ്ങൾ മാത്രമാണ്.
എന്നാൽ അനന്തപുരിയുടെ സുന്ദര കാഴ്ചകൾ സമ്മാനിക്കുന്ന തിരുവനന്തപുരം മടവൂർ പാറയിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകുകയാണ് ന്യൂസ് 18. ഈ വാർത്തയോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മടവൂർ പാറയിലെത്താം. വീശിയടിക്കുന്ന കുളിർക്കാറ്റിനൊപ്പം അറബിക്കടലിന്റെ മനോഹാരിത വരെ ഇവിടെ ആസ്വദിക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 1800 അടി ഉയരത്തിൽ നിലകൊള്ളുന്ന ഗുഹാക്ഷേത്രമാണ് മടവൂർ പാറയിലെ പ്രധാന ആകർഷണ കേന്ദ്രം. മുള കൊണ്ടുള്ള നടപ്പാലങ്ങളും കുടിലുകളും തണലൊരുക്കുന്ന ഓലപ്പുരകളും കൗതുകങ്ങളാകുന്നു. ഒപ്പം പാറക്കെട്ടുകളിലെ നീരുറവുകൾ സന്ദർശകർക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയാത്തതിൻ്റെയും നിരാശകൾ വേണ്ട. ഈ കാലം കഴിഞ്ഞാൽ നിങ്ങളെ വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മടവൂർ പാറ. മടവൂർ പാറയിൽ നിന്നും ഹരിവിതുരയ്ക്കൊപ്പം SS ചരൺ, ന്യൂസ് 18.